ജ്യോതിർഗോളങ്ങൾ ജീവനിർമ്മാണവും ജീവപരിപോഷണവും സാധിച്ചെടുക്കുന്ന ജ്യോതിർഗോളങ്ങളെയും അവയുടെ നിർമ്മിതികളായ ജീവികളെപ്പോലെ തന്നെ ജനിമൃതികൾ ഉള്ളവയായി കാണാനാവുന്നു. ഏത് വിധേന ആയിരുന്നാലും സൂര്യനും അതിൻ്റെ ഉപഗ്രഹങ്ങളും മറ്റും ഉത്ഭവിച്ച് വികസിതമായി ഇന്നത്തെ അവസ്ഥ വരെ എത്തി നിൽക്കുന്നുവെന്നും തുടർന്ന് പ്രവർത്തിച്ച് ഏതെങ്കിലും കാലത്ത് വിനാശം എന്ന് പറയാവുന്ന അവസ്ഥയെ പ്രാപിക്കുകയും ചെയ്യുമെന്നുള്ളത് ഈ കാലത്തിൻ്റെ അറിവാണ്. എന്തിനു വേണ്ടിയാണ് ജ്യോതിർഗോളങ്ങളുടെ ഈ നിരന്തര പ്രവർത്തനവും കുറച്ചു കാലം പ്രവർത്തിച്ചതിന് ശേഷം സംഭവിക്കുന്ന അന്ത്യവും എന്നറിയാത്തിടത്തോളം പ്രപഞ്ചത്തിൻ്റെ പൊരുൾ അറിയാൻ സാധ്യമാവുകയേയില്ല. ബാഹ്യശക്തിയുടെ ഇടപെടലിനാലോ ആന്തരികമായി സംഭവിക്കുന്ന ഊർജ പരിവർത്തനത്താലോ ജ്യോതിർഗോളത്തിന് വിനാശം സംഭവിക്കാമെന്നും മറ്റൊന്നായി ആ നിലനിൽപ്പും പ്രവർത്തനവും അവസ്ഥാന്തരം പ്രാപിക്കാമെന്നും ഒക്കെയുള്ള കണ്ടെത്തൽ സാധിച്ചെടുക്കുമ്പോഴും എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നറിയാൻ സാധിക്കുന്നില്ല എന്നതാണ് പരമാർത്ഥം. ഏറെ കരുതലോടെയുള്ള നിരീക്ഷണങ്ങളിലൂടെ ജീവനെ അറിയാതെ ശരീരത്തിൻ്റെ ബാഹ്യവും ആന്തരികവുമായ പ്രവർത്തനങ്ങളെ അറിയാൻ കഴിയുന്നു എന്നതുപോലെയുള്ള അറിവിലേക്ക് മാത്രമേ ജ്യോതിർഗോളങ്ങളെ സംബന്ധിച്ചുള്ള പഠനങ്ങൾക്കും ചെന്നെത്താൻ ആവുന്നുള്ളൂ. ഇന്ന് കാണുന്ന പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നോ അതിന് എത്ര കാലത്തെ പഴക്കം ഉണ്ടെന്നോ കണ്ടുപിടിക്കാൻ കഴിയുന്നു എന്നിരിക്കലും അതുണ്ടാവാൻ കാരണമായി പ്രവർത്തിച്ച ശക്തിവിശേഷം എന്താണെന്ന് കണ്ടെത്താൻ തക്ക യാതൊരു ശേഷിയും ഇല്ലാത്തതായി മനുഷ്യന്റെ അറിവും നിരീക്ഷണ വൈഭവവും പരീക്ഷണമായിട്ട് തന്നെ നിലകൊള്ളുകയും ചെയ്യുന്നു. ജ്യോതിർഗോളങ്ങൾ നിശ്ചിതമായ അകലം പാലിച്ച് നിലകൊള്ളുന്നവയും ഭ്രമണതരമായി കണിശതയോടെ പ്രവർത്തിക്കുകയും പ്രവർത്തന നിമിത്തമായി ഒന്നിനോടൊന്ന് അടുക്കുകയും അകലുകയും ഒക്കെ ചെയ്യുന്നവയും വ്യത്യസ്ത സ്വഭാവവിശേഷങ്ങൾ ഉള്ളവയുമാകുന്നു. ജ്യോതിർഗോളങ്ങളെപ്പോലെ തന്നെ ജീവജാലങ്ങളും രൂപതരമായ വ്യക്തതയോടെ അകലം പാലിക്കുകയും അടുക്കുകയും ചെയ്യുന്നവയും അവസ്ഥാപരമായ വ്യത്യസ്തതകൾ ഉള്ളവയും മനസ്സുകൊണ്ടും ലക്ഷ്യബോധം കൊണ്ടും ഒന്നിനൊന്ന് വ്യത്യസ്തവുമാണ്. രണ്ട് ജീവശരീരങ്ങൾക്ക് ഒന്നായി ചേർന്ന് ഒരൊറ്റ ജീവനായി നിന്ന് പ്രവർത്തിക്കാൻ പ്രാപഞ്ചികമായ അടിസ്ഥാന സ്വഭാവം പേറുന്നത് നിമിത്തം കഴിയുന്നതേയില്ല. രണ്ട് ശരീരങ്ങൾ ഒരുമിച്ച് വന്ന് ലയിക്കുന്നുവെന്നാൽ ഒന്ന് ഒന്നിനെ ഭക്ഷിക്കുന്നു എന്നതാണ് അനുഭവം. ഒരുമയോടും ഒരേ ലക്ഷ്യത്തോടും ജീവികൾ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറുണ്ടെങ്കിലും സ്വകാര്യമായ പ്രവൃത്തികളും അനുഭവങ്ങളും ആവശ്യങ്ങളും സൂക്ഷിപ്പും നിലനിൽപ്പും ഓരോന്നിലും തികച്ച സ്വകാര്യതയായി തന്നെ ഇരിക്കുന്നതല്ലാതെ അത് മറ്റൊന്നിൻ്റേതാവുന്നില്ല. ഇവിടെ ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം ആവശ്യങ്ങൾക്കും താൽപ്പര്യങ്ങൾക്കും ഒത്ത മനസ്സിന്റെ അകലവും അനുഭവങ്ങളുമാണ് ജീവൻ തമ്മിലുള്ള അകലമായി കാണാനാവുന്നത്. രണ്ട് വ്യക്തികൾ രൂപതരമായി അടുത്തു നിൽക്കുന്നുവെന്നത് ജീവനുകൾ തമ്മിലുള്ള അടുപ്പമായി കാണാനാവുകയില്ല. ചിന്തകളാവുന്ന വൈവിധ്യങ്ങളുടെ അകലത്തിനൊത്ത് ശരീരങ്ങളും വ്യത്യസ്തങ്ങളായി നിന്ന് പ്രവർത്തിക്കുന്നു എന്ന് വരുന്നു. സൃഷ്ടിയുടെ ആരംഭം മുതൽ തുടങ്ങുന്ന പ്രാപഞ്ചികമായ അനുഭവ വ്യതിയാനങ്ങളുടെ വികാസത്തിലൂടെയാണ് മനസ്സുകളുടെ വ്യത്യസ്തതകളും ജീവനുകളുടെ അകലവും സംഭവിക്കുന്നത്. സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന നിരവധിയായ അനുഭവങ്ങളും ആവശ്യങ്ങളും നിമിത്തമായി വ്യത്യസ്തങ്ങളായ സ്വഭാവങ്ങളും രൂപവൈവിധ്യങ്ങളുമായി ജീവലോകം ഭൂമി നിറയുകയുണ്ടായി. വ്യത്യസ്തങ്ങളായ അതിസൂക്ഷ്മ ഗുണസംഭരിതാവസ്ഥയായി
ആദിയിൽ ഒന്നായിരുന്ന കാരണശേഷിയുടെ സ്വയം ചലനം എന്ന ഊർജ പ്രവർത്തനം സൃഷ്ടിച്ച വിഘടന പരമ്പരകളിലൂടെയും തൽഫലമായ ഭ്രമണതര പ്രവർത്തനങ്ങളിലൂടെയും ഇന്ന് കാണുന്ന പ്രപഞ്ചമായി എങ്ങും വ്യാപിച്ചതിൻ്റെ ജീവതരമായ തനിയാവർത്തനമായാണ് ഭൂമി നിറയുന്ന ജീവവൈവിധ്യങ്ങളെ കാണാനാവുന്നത്. ഊർജവിനിയോഗം സാധ്യമാക്കുന്നതിനുള്ള ഉജ്ജ്വല ശേഷിയും അതുവഴി സംഭവിക്കുന്ന ചലനതരമായ തുടർ പ്രവർത്തനങ്ങളും വഴി പ്രപഞ്ചം നിരന്തരമായി വികസിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നിരന്തരം വികസിതമാവുന്ന പ്രാപഞ്ചികമായ പ്രവർത്തനത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്പമാത്രമെങ്കിലും അതിസങ്കീർണമായ പ്രപഞ്ചത്തിൻ്റെ തനതു സ്വഭാവഗുണവും ചെറുരൂപങ്ങളുമാവുന്ന ജീവജാലങ്ങളിലെ ഏറ്റവും പുരോഗതി പ്രാപിച്ച മനനാവസ്ഥയാകുന്ന മനുഷ്യനിൽ നിന്നുകൊണ്ട് ജീവൻ വീക്ഷിക്കുമ്പോഴാണ്. ജന്മാന്തരങ്ങളിലൂടെ സംഭവിക്കുന്ന തുടരെയുള്ള പ്രവൃത്തികളിലൂടെയും കാലാനുസാരിയായി വ്യത്യസ്തങ്ങളായ അനുഭവ പരമ്പരകളിലൂടെയും പ്രാപഞ്ചികമായ പദ്ധതി നിമിത്തം ജീവികൾ ഓരോന്നും കൂടുതലായി ഊർജവൈവിധ്യങ്ങളെ സൂക്ഷ്മമായി ജീവനിൽ നിക്ഷിപ്തമാക്കുകയാണ് ചെയ്യുന്നത്. പ്രകാശവും ആകർഷണ ഗുണവും നിമിത്തമായി സംഭവിക്കുന്ന ആൺപെൺ ജീവികൾ എന്ന വിഭജനതരമായ പ്രവൃത്തികൾ നിമിത്തം അവയുടെയെല്ലാം പരമ്പരകളെ ജനിപ്പിച്ച് തലമുറകളിലൂടെ വികാസം പ്രാപിച്ച സമൂഹങ്ങളായി പരിവർത്തിതമാക്കുന്നതിന് പ്രാപ്തരാവുകയും ചെയ്യുന്നതാണ് അനുഭവം. ജീവികളിൽ ക്രമേണയായി സംഭവിക്കുന്ന വളർച്ചാ വികാസങ്ങൾ എന്നതിൻ്റെ പൂർവികവും വികസിതവുമായ പ്രവർത്തനം തന്നെയാണ് ജീവനെ ജനിപ്പിക്കുന്ന സാധാരണ ജീവജാലങ്ങളെക്കാൾ അനേകം മടങ്ങ് ശക്തമായ അറിവും ഊർജസംഭരിതാവസ്ഥയുമായി നിന്ന് നിരന്തരം പ്രവർത്തിക്കുന്ന ജ്യോതിർഗോളങ്ങളുടെ പ്രവർത്തന തത്വവും. സ്വയമായി തന്നെ ജനിമൃതികൾ ഉള്ളതും ജീവികളുടെ ജനിമൃതികൾക്കിടയിലെ സംഭവങ്ങളെ സ്വാധീനിക്കുന്നതും ജീവന്റെ സകലവിധമായ പ്രവർത്തനങ്ങൾക്കും കാരണമായി നിൽക്കുന്നതുമായ ജ്യോതിർഗോളങ്ങൾ തന്നെയാണ് ജീവജാലങ്ങളുടെ ആയുസ്സു നിശ്ചയിക്കാൻ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന പ്രാപഞ്ചികമായ നിശ്ചയവും. കുടുംബം എന്ന പശ്ചാത്തലത്തിൽ ജനിച്ചു വളരുന്ന ഒരു കുട്ടിയെ ആ കുടുംബത്തിൽ വസിക്കുന്ന അംഗങ്ങളുടെ സ്വഭാവത്തിലെ ഗുണദോഷങ്ങളും അറിവിൻ്റെ ഏറ്റക്കുറച്ചിലുകളും അധികാരവും സമ്പത്തുമെല്ലാം സ്വാഭാവികമായി തന്നെ സ്വാധീനിക്കുന്നു. കുടുംബാംഗങ്ങളിൽ നിന്ന് ലഭിക്കുന്നതെന്തോ അതെല്ലാം വളർന്നു വരുന്ന ജീവന്റെ സ്വന്തം യോഗ്യത ആയിത്തീരുകയും ചെയ്യുന്നു. സൃഷ്ടിയും സംരക്ഷണവും നൽകുന്നവരെന്ന് നിർവചിക്കാവുന്ന കുടുംബാംഗങ്ങളെ കൂടാതെ വളർന്നു വരുന്ന ജീവന്റെ പരിചയത്തിൽ വരുന്ന വ്യക്തികളിൽ നിന്നും ഏർപ്പെട്ടിരിക്കുന്ന കർമ്മമണ്ഡലങ്ങളിൽ നിന്നും യാതൊരുവിധ ബന്ധപ്പെടലിനും മുൻകൂട്ടി നിശ്ചയിക്കാത്തവരിൽ നിന്നും ഒക്കെയായി വളർച്ചാ വികാസങ്ങളും നേട്ടങ്ങളും വീഴ്ചകളും ജീവന്റെ ഗുണവിശേഷങ്ങൾക്കും യോഗ്യതയ്ക്കുമൊത്ത് അനുഭവിക്കാനും പഠിക്കാനും നിർബന്ധിതമാകുന്നു. അനുഭവങ്ങൾ എന്നത് വളർന്നു വരുന്ന ജീവന്റെ സ്വമേധയാ ഉള്ള പദ്ധതിയോ ആവശ്യങ്ങളോ ആഗ്രഹങ്ങളോ ആവുന്നില്ല എങ്കിൽ പോലും അനുഭവിക്കാതെയും അറിയാതെയും ഇരിക്കാൻ സാധ്യമാവുന്നില്ല. പ്രാപഞ്ചികമായ നിശ്ചയവും പ്രവർത്തനങ്ങളും നിമിത്തം പരിണാമതരമായ എല്ലാം സംഭവിക്കുന്നു എന്നത് വാസ്തവമാണെങ്കിലും ജീവിച്ചിരിക്കുമ്പോഴത്തെ അവസ്ഥയിൽ ജീവൻ ബൗദ്ധികമായും വിചാരപരമായും വികസിക്കുന്നതിനുള്ള പ്രധാന കാരണം സഹവസിക്കുന്ന ജീവനുകളുടെ സ്വാധീനമാണ് എന്ന അനുഭവമാണ് ഉണ്ടാവുന്നത്. പക്ഷേ സഹവാസം എന്ന ജീവതരമായ ചലനാത്മകതയും അനുഭവങ്ങളും തൽഫലമായ അറിവുകളുമെല്ലാം സാധ്യമാവുന്നതിൻ്റെ അടിസ്ഥാന കാരണം എന്നത് ജീവികളുടെ ഉത്ഭവത്തിന് കാരണമായി പ്രവർത്തിച്ച ജ്യോതിർഗോളങ്ങളുടെ കൃത്യതയുള്ള ചലനവും സ്വഭാവ വ്യതിയാനങ്ങളും കൊണ്ട് ആകുന്നുവെന്നതാണ് സൂക്ഷ്മതരമായ യാഥാർത്ഥ്യം, അതായത് സത്യം.
നിശ്ചലാവസ്ഥയായി നിലകൊള്ളുന്നുവെങ്കിൽ ഭൂമിക്കും ചന്ദ്രനും സൃഷ്ടിപരമായ വൈഭവം ഇല്ലാത്തതായിരിക്കുന്നതിനും ഇതര ജ്യോതിർഗോളങ്ങൾക്ക് ജീവന്റെ പരിവർത്തന പ്രക്രിയയിൽ പങ്കാളികളാവാതിരിക്കുന്നതിനും മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. അതായത് ഭൂമിയിൽ സമയവും കാലവും കടന്നു പോകുന്നില്ല എന്ന അവസ്ഥയിൽ ജീവനും വർണ്ണങ്ങളും ഉത്ഭവിച്ച് വികസിതമാവുന്നില്ല എന്നു മാത്രമല്ല, പ്രപഞ്ചം എന്നതിന് അർത്ഥമൊന്നും കൽപ്പിക്കാനില്ലാത്ത എന്തോ നിലനിൽപ്പ് മാത്രവുമായി തീരുന്നു. മറ്റൊരർത്ഥത്തിൽ ദിവസങ്ങളും കാലവും കടന്നു പോകാത്ത അവസ്ഥ എന്നതിലൂടെ വ്യക്തമാവുന്നത് പ്രപഞ്ചം തന്നെ ഉത്ഭവിക്കാത്തതും നിലനിൽക്കാത്തതുമായ അവസ്ഥ എന്നതായാണ്. അതുകൊണ്ട് തന്നെ അനുഭവമാകുന്ന അറിവിന്റെ സമ്പാദ്യ വൈവിധ്യം സാധിക്കാതെ വരികയും ചെയ്യുന്നു. അതായത് കാൽപ്പനികമായ യാതൊന്നുമില്ലായ്ക എന്ന പ്രാപഞ്ചികമായ ദുരന്തം. അനുഭവവും അറിവും പ്രവൃത്തിയുമില്ലാത്ത ജീവൻ, നിശ്ചലമായ മനസ്സും പ്രവർത്തിക്കാത്ത ശരീരവും എന്നതായി ശൂന്യത എന്ന അവസ്ഥയ്ക്ക് തുല്യമായി തീരുകയും ചെയ്യുന്നു.